ആണ്ടിൻ്റെ ആരംഭം മുതൽ ഈ നിമിഷം വരെ ചെറുതിലും വലുതിലും വിശ്വസ്തനായി. 2024 ഡിസംബർ മാസത്തിൽ ഞാൻ കണ്ട ഒരു പ്രത്യേകതയാണ്, എല്ലാവരും ഒരുപോലെ ദൈവത്തിന് നന്ദി പറയുന്നു. ചെറുതു തുടങ്ങി വലുതുവരെ എല്ലാവരും. ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവിടെ നന്ദി പറയുന്നവർ, സഭയിൽ ചെന്നപ്പോൾ അവിടെയും നന്ദി പറയുന്നവർ, ആരെങ്കിലും വിളിച്ചു സംസാരിച്ചാൽ അവരും നന്ദിയുള്ള ഹൃദയത്തോടെ ആയിരിക്കുന്നു. അതിൽ ചിലത് മാത്രം ഉദാഹരണമായി ഇവിടെ ചേർക്കുന്നു. ഈ ആണ്ടിൻ്റെ ആരംഭം മുതൽ ഒന്നോർത്ത് നോക്കിയേ, ഈ നിമിഷം വരെ എൻ്റെ കർത്താവ് നമ്മുടെ യേശുവപ്പ ചെറുതിലും വലുതിലും വിശ്വസ്തനായി. 2024 എന്ന ഈ വർഷം അവസാനിക്കാൻ ചില മിനിറ്റുകൾ മാത്രം നമ്മുടെ മുമ്പിൽ ബാക്കി നിൽക്കുമ്പോൾ ഈ വർഷത്തിൽ എത്ര അത്ഭുതകരമായി ഈ ആണ്ടിന്റെ ആരംഭം മുതൽ അതിന്റെ അവസാനത്തെ ഈ നിമിഷം വരെയും നമ്മുടെ ദൈവമായ കർത്താവ് എത്ര അതിശയകരമായി, എത്ര അത്ഭുതകരമായി പ്രിയപ്പെട്ടവരെ നമ്മളെ വഴി നടത്തി. ഓളങ്ങൾ കൊടുക്കുവാൻ കഴിയാതെ, പേമാരികൾ കുലയ്ക്കുവാൻ കഴിയാതെ, പ്രപഞ്ചത്തിലെ ഒരു ശക്തികൾക്കും തൊടുവാൻ കഴിയാതെ ഇന്ന് രാത്രിയിൽ ഈ നിമിഷം വരെയും നമ്മളെ പരിപാലിച്ച കർത്താവിന്റെ വിശ്വസ്തത എത്ര വലുതാണ്. അനവധി നിന്ദകൾ, അപമാനങ്ങൾ, താഴ്ചകൾ ജീവിതത്തിൽ അനുഭവിച്ചപ്പോഴും ചേർത്ത് പിടിച്ച ഒരു കൂട്ടം ജനത്തിൻ്റെ സ്നേഹം അനുഭവിച്ച് ഒരിക്കലും തള്ളിക്കളയാതെ മാർവോട് ചേർത്ത് ഉമ്മ വച്ച് തിരിച്ചു പിടിക്കുവാൻ ആഗ്രഹിക്കുന്ന യേശുവിൻ്റെ സ്നേഹം അനുഭവിച്ചിട്ട് പറഞ്ഞ വാക്കുകളാണ് നിങ്ങളിപ്പോൾ കേട്ടത്. ഇങ്ങനെ പറയുവാൻ, ഇങ്ങനെ നന്ദി ചൊല്ലുവാൻ നമുക്കുമില്ലേ ഏറെ കാരണങ്ങൾ. നന്ദി അളവില്ല സ്നേഹത്തിനാ നന്ദി നന്ദി നാഥ. ഇന്ന് പകൽ 2024 ഡിസംബർ മാസം അവസാന ഞായറാഴ്ച, മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ വർഷത്തെ അവസാനത്തെ ഞായറാഴ്ച നാം കേൾക്കുന്ന ഈ വിഷയത്തിൻ്റെ, ഈ ചെറിയ ദൂതിൻ്റെ തലക്കെട്ടതാണ് വിത്ത് താങ്ക്സ് ഗിവിങ്, നന്ദിയോടെ. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പറഞ്ഞേ, പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ, നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ, നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടിയത്. ദൈവത്തിൻ്റെ സന്നിധിയിൽ നന്ദിയോടെ കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ട്. നന്ദിയുള്ള ഹൃദയം അത് വലിയൊരു അനുഗ്രഹം തന്നെയാണ്. സഭയ്ക്കകത്ത് മാത്രമല്ല, രക്ഷിക്കപ്പെട്ടവരുടെ ഇടയിൽ മാത്രമല്ല, ഈവൻ സമൂഹത്തിൽ പോലും നന്ദിയുള്ള ഹൃദയം, നന്ദിയുള്ള ഒരു സ്വഭാവം, സ്തോത്രം അതൊരു നല്ല കാര്യമാണ്. സൽസ്വഭാവികൾ അവരൊരിക്കലും സ്തോത്രം അതേ നന്ദി ഇല്ലാത്തവരല്ല, പകരം ദൈവകൃപയാൽ നന്ദിയുള്ളവരായിരിക്കും. 1 തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായം 18-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ വേദപുസ്തകം പറയുന്നു, സ്തോത്രം എല്ലാറ്റിനും കർത്താവിൻ്റെ സന്നിധിയിൽ. 1 തെസ്സലോനിക്കർ 5:18 എല്ലാറ്റിനും കർത്താവിൻ്റെ സന്നിധിയിൽ നാം നന്ദി ഉള്ളവർ ആയിരിക്കണമെന്ന് പൗലോസ് സ്തോത്രം സഭയോട് ആജ്ഞാപിക്കുകയാണ്. എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവൻ, ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തു യേശുവിൽ ദൈവ ഇഷ്ടം. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നു, ഇൻ എവരിത്തിങ് ഗിവ് താങ്ക്സ്, മീനിങ് സ്തോത്രം അതെ വെറുതെ ഇരിക്കരുത്. എപ്പോഴാണോ ദൈവിക നന്മകൾ നിങ്ങൾ ഓർക്കുന്നത്, ദൈവം നിങ്ങൾക്കായി ചെയ്ത നന്മകൾ, ഉപകാരങ്ങൾ, ദൈവം നിങ്ങൾക്കായി കരുതിയതായ കരുതലുകൾ, അതനുഭവിച്ച ആരെങ്കിലും വന്നിട്ടുണ്ടോ? കമോൺ, അങ്ങനെയുള്ളവർ ഒരിക്കലും ചുമ്മാതിരിക്കണമെന്നല്ല ബൈബിൾ പറയുന്നത്. പകരം ദൈവത്തിന് ഗിവ് താങ്ക്സ്, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ. ഹൃദയം നോക്കുമ്പോൾ the attitude of gratitude, നമ്മുടെ ഹൃദയം ദൈവത്തിൻ്റെ സന്നിധികൾ നന്ദിയുള്ളതായിരിക്കട്ടെ. ഇതൊരു സജഷൻ അല്ല, ഇതൊരു നിർദ്ദേശമായിട്ടല്ല പരിശുദ്ധാത്മാവ് പുതിയ നിയമസഭയുടെ അപ്പോസ്തലനോട് പറയുന്നത്. rather than it's a command, അതൊരു കൽപ്പനയാണ്. സ്തോത്രം ദൈവത്തിന് നന്ദി പറഞ്ഞ് തന്നെ ആകണം.
ആണ്ടൃത യോഗം അത് പെന്തക്കോസ്തുകാരുടെ ആചാരമെന്ന് പറഞ്ഞ് പലരും അതിനെ അവഗണിക്കുന്നത് കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. എന്നാൽ ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാന നിമിഷം വരെ ദൈവം സൂക്ഷിച്ചു തോർക്കുമ്പോൾ, കൺമണി പോലെ പരിപാലിച്ചു തോർക്കുമ്പോൾ എങ്ങനെ ദൈവത്തിന് നന്ദി പറയാതെയിരിക്കും? നമ്മുടെ ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നാം ദൈവത്തോട് നന്ദിയുള്ളവരായി കാണപ്പെടണം And we എന്നതാണ്. must be praising God. നാം ദൈവത്തെ സ്തുതിക്കുന്നവരായിരിക്കണം. Dear child of God, പ്രിയ ദൈവത്തിലെ, our God like our praises. നമ്മുടെ ദൈവം നമ്മുടെ സ്തുതികളെ ഇഷ്ടപ്പെടുന്നു. When we enter into New Year, നാം പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ our Jesus must come and meet us. നമ്മുടെ യേശു കടന്നു വന്ന് നമ്മെ എതിരേൽക്കണം. Our loving beloved must come and invite us. നമ്മുടെ പ്രിയനായ നമ്മുടെ മണവാളൻ കടന്നു വന്ന് നമ്മെ As വരവേൽക്കണം. orphans, we should not enter into New Year. അനാഥരെ പോലെ നാം പുതുവർഷത്തിൽ പ്രവേശിക്കരുത്. With our God, we must enter. നമ്മുടെ ദൈവത്തോടുകൂടെ നാം പ്രവേശിക്കണം. And for that, what we have to do? അതിനുവേണ്ടി നാം എന്ത് ചെയ്യണം? And like Jacob, we must send this Judah. യാക്കോബിനെ പോലെ ഈ യഹൂദയെ നാം ആദ്യമായി If you are wise enough and sending Judah, നാം ജ്ഞാനികളായിരുന്ന യഹൂദയെ ആദ്യം അയക്കുന്നുവെങ്കിൽ surely he will come. He will not delay to come. നിശ്ചയമായി യോസഫ് വരുവാൻ താമസിക്കുകയില്ല. Yes, that is a gate for our blessing or for the New Year. അത് തന്നെയാകുന്നു പുതുവർഷത്തിലേക്കുള്ള ശരിയായ നമ്മുടെ വാതിൽ. Psalms 118:20 when we read, 118 സങ്കീർത്തനം അതിന്റെ 20 വാക്യം നാം വായിക്കുമ്പോൾ this gate of the Lord into which the righteous shall enter. അവിടെ ഇങ്ങനെ നാം വായിക്കുന്നു, യഹോവയുടെ വാതിൽ ഇത് തന്നെ, നീതിമാന്മാർ അതിലൂടെ കടക്കും. Yes, what is that gate? എന്താകുന്നു ആ വാതിൽ? Praises. അത് സ്തുതികൾ. This is of the Lord, ഇത് യഹോവയുടെ വാതിലാകുന്നു, which righteous shall enter. അതിലൂടെ നീതിമാന്മാർ പ്രവേശിക്കും. I will praise thee, for thou hast heard me and art become my salvation. നീ എനിക്ക് ഉത്തരമരളി എന്റെ രക്ഷയായി തീർന്നിരിക്കാൻ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. Dear child of God, we have to praise our God. പ്രിയമുള്ളവരെ, നാം ദൈവത്തിന് സ്തോത്രം ചെയ്യണം. Wholeheartedly, even whatever time left before us, we have to praise God, not complain or murmur. പ്രിയമുള്ളവരെ, നമ്മുടെ ഇപ്പോൾ ഈ വർഷത്തിൽ അവശേഷിക്കുന്ന സമയത്തിൽ പിറുപിറുക്കാതെ മുഴു ഹൃദയത്തോടുകൂടെ നാം ദൈവത്തിന് സ്തോത്രം ചെയ്യേണ്ടിയിരിക്കുന്നു. They appointed Levites to praise God. അവർ ലേവ്യരെ ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ തക്കവണ്ണം നിയമിച്ചു. That was their main work. അതായിരുന്നു അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗം. And they had to praise God night and day, being in the tabernacle of God. ദൈവത്തിന്റെ തിരുവാസത്തിൽ ഇരുന്ന് ആയിക്കൊണ്ട് ദൈവത്തെ രാവും പകലും സ്തുതിക്കുക എന്നതായിരുന്നു അവരുടെ കർത്തവ്യം. They praised God, God himself been with them and blessed them. അവർ ദൈവത്തെ സ്തുതിച്ചതിനാൽ ദൈവം അവരോടുകൂടി ഇരുന്ന് ദൈവം തന്നെ അവരെ അനുഗ്രഹിച്ചു. So many blessings through praises they experienced. ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കുക, ഇത് രണ്ടും ദൈവം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. പകയ്ക്കുന്നവർ മുൻപിലും തള്ളിയവർ മധ്യേയും മേശ ഒരുക്കിയെന്നെ മാനിച്ച സ്നേഹം